ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കി കസ്റ്റമേഴ്സിനെ ലൂട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ പോസ്റ്റ് ഓഫീസ് ബാങ്കുകളെക്കുറിച്ച് പല റിപ്പോർട്ടുകളും വന്നു. ശരിക്കും പോസ്റ്റ് ഓഫീസ് ബാങ്ക് എന്താണ്? പ്രചരിച്ചതല്ല സത്യം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഗ്രാമീണ ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സാധാരണക്കാരുടെ സമ്പാദ്യ പദ്ധതിയായി മാറിയ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് സ്കീമിന് പിന്നാലെ ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ സേവനങ്ങൾ എത്തിക്കാനാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തയ്യാറെടുക്കുന്നത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പേയ്മെന്റ് ബാങ്കാണ്. റാഞ്ചിയിലും റായ്പൂരിലും തുടങ്ങിയ ബാങ്കിന്റെ പ്രവർത്തനം സെപ്റ്റംബറോടെ കേരളത്തിലും ആരംഭിക്കും. ഇതോടെ കത്തുകൾക്കൊപ്പം വീടുകളിൽ ബാങ്കിംഗ് സേവനവും എത്തുകയാണ്. പേയ്മെന്റ് ബാങ്ക് വരുന്നതോട് കൂടിയിട്ട് എല്ലാവിധ ഡിജിറ്റൽ പേയ്മെന്റ് സർവീസുകളും നടപ്പിലാക്കാനും മൊബൈൽ ബാങ്കിങ് ചെയ്യാനുള്ള സർവീസുകളും ലഭ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏത് സ്ഥലത്തുള്ള ആൾക്കും ബാങ്കിങ് സർവീസ് ആക്സസ് ചെയ്യാനായിട്ട് ഏറ്റവും അടുത്തുള്ളത് പോസ്റ്റ് ഓഫീസ് ആയിരിക്കും. പിന്നെ പോസ്റ്റ്മാൻ മിക്കവാറും എല്ലാ വീടുകളിലും ദിവസം പോകുന്ന ആളായ കാരണം അയാൾ വഴിയും അവർക്ക് ബാങ്കിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോസ്റ്റ്മാൻ ചെല്ലുമ്പോൾ അയാളുടെ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലൂടെ അയാൾക്ക് ആക്സസ് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പേയ്മെന്റ് ബാങ്ക് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള പോസ്റ്റൽ സേവിംഗ് സ്കീം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വരുന്നത്. തേർഡ് പാർട്ടി ബാങ്കുകളുടെ എല്ലാവിധ സർവീസുകളും പേയ്മെന്റ് ബാങ്ക് വഴി ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോം ലോൺ ആണെങ്കിലും വെഹിക്കിൾ ലോണോ ഇൻഷുറൻസോ മ്യൂച്വൽ ഫണ്ട്സ് ഗോൾഡ് ബോണ്ട് സെയിൽ അങ്ങനെയുള്ള ഏത് തേർഡ് പാർട്ടി ബാങ്ക് കൊടുക്കുന്ന സർവീസുകളും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും ആ ബാങ്കുമായിട്ടുള്ള ടൈപ്പിൻ്റെ ഭാഗമായിട്ട് പബ്ലിക്കിന് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിലൂടെ അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നിലവിലുള്ള പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾക്ക് ഇപ്പോൾ ATM കാർഡുകൾ ലഭ്യമാണ്. ഇതിന് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചാരം ലഭിച്ചതോടെ സ്കീമിൽ അംഗമാകാൻ എത്തുന്നവരുടെ എണ്ണവും ഉയർന്നു. മൊബൈൽ ബാങ്കിങ്ങിനോ അല്ലെങ്കിൽ SMS അലർട്ടിനോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ വേറെ ഒരു ഹിഡൻ ചാർജസും ഇല്ല. 1.5 ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസ് ശാഖകളാണ് ഇന്ന് രാജ്യത്തുള്ളത്. ഇവിടെയെല്ലാം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ സേവനം കൂടി എത്തുന്നതോടെ ഗ്രാമീണ ബാങ്കിംഗ് മേഖലയിൽ വലിയ മാറ്റമായിരിക്കും സംഭവിക്കുക. നമ്മുടെ പോസ്റ്റ് ഓഫീസ് കടലിലും ഉണ്ട്, ലക്ഷദ്വീപിലുണ്ട്, ചെറിയ ചെറിയ ദ്വീപുകളിലും പോസ്റ്റ് ഓഫീസ് ഉണ്ട്. വി ആർ ഹാവിംഗ് പോസ്റ്റ് ഓഫീസസ് ഇൻ ഗാർഗിൽ, ഹയസ്റ്റ് റേഞ്ച്, ലേ, ലഡാക്ക്, കാശ്മീർ. ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഉണ്ട് കാശ്മീരിൽ, ബോട്ടിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. സോ വി ആർ ഫാർ ബെറ്റർ ദാൻ എനി അതർ ബാങ്ക്. പോസ്റ്റ് ഓഫീസ് സമ്പാദ്യ സ്കീമിന് ATM കാർഡ് ഏർപ്പെടുത്തിയതോടെ പണം എവിടെ നിന്നും ഏത് ബാങ്കിന്റെ ATM മെഷീനിൽ നിന്നും പിൻവലിക്കാം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് സെപ്റ്റംബറോടെ കേരളത്തിൽ തുടങ്ങുമ്പോൾ പോസ്റ്റ്മാൻമാരിലൂടെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്ങിനുള്ള സൗകര്യം കൂടി ഉണ്ടാവുകയാണ്.